ശ്രീ പത്മനാഭൻ, ഇവിടെ രണ്ട് കാര്യങ്ങളാണ് വിമർശനമായി ഉന്നയിക്കുന്നത്. ഒന്ന്, അവിടെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് വരുന്ന മുരുക ഭക്തർ യഥാർത്ഥ മുരുക ഭക്തരല്ല, പകരം അത് BJP മുതലെടുത്തുകൊണ്ട് അവിടെ കൂട്ടം കൂടിയ ഒരു വിഭാഗമായിരുന്നു എന്നുള്ളത്. രണ്ട്, കാർത്തിക ദീപം തെളിയിക്കുക എന്നുള്ളത് കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ആചാരമല്ല, പെട്ടെന്ന് ഉടലെടുത്തതാണ്. അത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സാഹചര്യം, സംഘർഷ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതിന് നിയമവ്യവസ്ഥ കൂട്ടുനിന്നു. ആ നിയമവ്യവസ്ഥയെ ചോദ്യം ചെയ്യണം എന്നുള്ള വിമർശനം. ഈ രണ്ട് വിമർശനത്തോടും താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അല്ല, ഞാനെന്താ അറിയോ, ഞാൻ ആദ്യം മുതലേ ഈ ക്ഷേത്രവും ആയി ബന്ധപ്പെട്ട ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്താ പറയുക, അത് സംസാരിക്കാൻ ഒരു മണിക്കൂറെങ്കിലും വേണം. കാരണം ഇത് പുരാതനമായ 2-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ ക്ഷേത്രമാണ്. ഏത് BC 2-ാം നൂറ്റാണ്ട്, ക്രിസ്തുവിനും 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഈ ക്ഷേത്രം അവിടെ നിലനിന്നിരുന്നത്. അവിടുന്ന് ഇങ്ങോട്ടുള്ള ചരിത്രമുണ്ട് ക്ഷേത്രത്തിന്. അന്ന് ഈ പറയുന്ന മറ്റു മതങ്ങളൊന്നും സൃഷ്ടി എടുത്തിട്ടില്ല. അന്ന് ഈ പറയുന്ന ലോകത്തെ മറ്റു മതങ്ങൾ, ഇന്ന് കാണുന്ന പ്രമുഖ മതങ്ങളൊന്നും ക്രിസ്തു ജനിച്ചിട്ടില്ല. ക്രിസ്തുവിന് 2 നൂറ്റാണ്ട് മുമ്പാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ ആ ക്ഷേത്രത്തിൽ ദീപസ്തംഭമുണ്ടോ, തെളിയിക്കലുണ്ടോ എന്നൊന്നും പറയുന്നത് പ്രസക്തിയില്ല. പിന്നീട് വൈദേശിക ആക്രമണ കാലഘട്ടങ്ങളിൽ ആ ക്ഷേത്രം കയ്യേറപ്പെടുകയും അവിടെ അതിപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം തന്നെ ഒരു ഭാഗം തകർക്കപ്പെട്ടിട്ടുണ്ട് മുഗൾ രാജാക്കന്മാരുടെ കാലത്ത്. അത് അതിൻ്റെ ചരിത്രത്തിലുള്ള, അവിടെ പോയാൽ അത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല അത്യാചാരങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതിനൊന്നും ഇപ്പോൾ അവർ തിരിച്ച് പകരം ചോദിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ എടുത്തു കളയാനൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല. അവിടെ കഴിഞ്ഞ ബ്രിട്ടീഷ് ഭരണത്തിന് മുമ്പും അതിനു മുമ്പുള്ള വൈദേശിക ആക്രമണത്തിന് മുമ്പും അവിടെ ഒരു ദീപസ്തംഭമുണ്ട്. ദീപസ്തംഭം എന്തിനാണ് ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? പശുവിനെ കെട്ടാനാണോ? പശുവിനെ കെട്ടാനാണോ ദീപസ്തംഭം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ആ ദീപസ്തംഭത്തിൽ പുരാതന കാലത്ത് തെളിയിച്ചത് ഇപ്പോഴത്തെ സ്വതന്ത്ര ഭാരതമാണ്. ഇപ്പോൾ കത്തിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് കത്തിക്കുക? സ്വതന്ത്ര ഭാരതത്തിൽ പറ്റിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് പറ്റുക? അപ്പോൾ ആ സ്വതന്ത്ര ഭാരതം സ്വതന്ത്രമായി ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. അവരാ ദർഗയിലേക്കൊന്നും പോകുന്നില്ല, അതിനിട്ട് താല്പര്യമില്ല അവർക്ക്. അവിടെ ആ ദീപസ്തംഭം അതിന് അവർ ചോദിച്ചപ്പോൾ പെർമിഷൻ കൊടുത്തില്ല. അപ്പോൾ ഒരു കോടതിയിൽ പോയി ഒരു ഓർഡർ കിട്ടി. അപ്പോൾ പറയുന്നത് തമിഴ്നാടാണ് നടക്കൂല എന്ന്. ഈ എൻ്റെ നാട്ടിലെ മാർക്സിസ്റ്റുകാരെ പണ്ട് പറയുമായിരുന്നു, ഇത് ബംഗാളിൽ അതൊന്നും നടക്കൂല, അത് ജ്യോതി ബാസുവിൻ്റെ ബംഗാളോ ഒന്നും നടക്കൂല. ആ വിദ്വാൻമാരവിടെ കഷായത്തിന് കൂട്ടാനില്ല. അപ്പം ഈ ജാതി എന്താ പറയുക, ഈ അബദ്ധങ്ങൾ വിളിച്ച് പറയരുത്. എൻ്റെ നാട്ടിൽ നിന്ന് പണ്ട് മാർക്സിസ്റ്റുകാർ പറയാറുണ്ടായിരുന്നു, അത് ബംഗാളാണത്, ജ്യോതി ബാസുവിൻ്റെ ജ്യോതി ബാസു ഇല്ല, ബംഗാളും ഇല്ല, ബുദ്ധദേവും ഇല്ല, ഒരു MLA ഇല്ല, ഒരു MP ഇല്ല. എന്താ അതിൻ്റെ അപ്പുറം തമിഴ്നാട്? മമതാ ബാനർജി ഭരണപക്ഷത്ത്, 70 MLA-മാരുള്ള BJP പ്രതിപക്ഷത്ത്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? തമിഴ്നാട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കൂ ഗൂഗിളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ. 18% വോട്ടാണ് BJP മുന്നണി ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചപ്പോൾ കിട്ടിയത്. 24% വോട്ടാണ് ADMK-ക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ADMK മുന്നണിക്ക് കിട്ടിയതിൻ്റെ പകുതി BJP ചെറിയ പാർട്ടികളെ വെച്ചുണ്ടാക്കിയ മുന്നണിക്ക് ഒറ്റയ്ക്ക് കിട്ടി. അത് രണ്ടും കൂടി കൂട്ടിയാൽ 42% വോട്ടാണ്. അത്ര വോട്ട് DMK-ക്ക് ഇല്ല. അല്ലേ, DMK എപ്പോഴാണ് ഭരിച്ച്? 10 കൊല്ലം പ്രതിപക്ഷത്തല്ലായിരുന്നോ? ഈ തമിഴ്നാട് എന്താ വെള്ളരിക്കപ്പെട്ടന? ഇങ്ങനെ പണ്ട് ഇത് ഉത്തർപ്രദേശാന്ന് മുലായം സിംഗ് യാദവ് പറഞ്ഞിരുന്നു. ഇപ്പം ഉത്തർപ്രദേശിൽ എന്തായി? ഇങ്ങനത്തെ ഈ എന്താ പറയുക, ഈ അബദ്ധങ്ങൾ വിളിച്ച് പറയാണ്ടിരിക്കുക. പിന്നെ BJP-യുടെ മുഖ്യമന്ത്രി കല്യാൺ സിംഗ് കോടതി ഉത്തരവ് ലംഘിച്ചു. ശരി തന്നെയാണ്, അയാൾ ജയിലിൽ പോയി. അയാൾ ഉദ്യോഗസ്ഥന്മാരെ തലക്കിട്ടില്ല. ഇവിടെ സാധിക്കുമോ? നാളെ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. കോടതി അലക്ഷ്യ കേസിൽ ചീഫ് സെക്രട്ടറിയോട് DGP-യോട് നാളെ കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. കല്യാൺ സിംഗ് പറഞ്ഞൊരു വർത്താനുണ്ട്, ഒരു ഉദ്യോഗസ്ഥന് മറുപടി പറയണ്ട, ഒരു ഓഫീസർ മറുപടി പറയണ്ട, ഞാനാണ് ഉത്തരവാദി. അയോധ്യയിൽ 1992 ഡിസംബർ 6 നടന്നതിന് മുഴുവൻ ഉത്തരവാദി ഞാനാണ്, ഞാൻ ജയിലിൽ പോയിക്കോളാം. അങ്ങോട്ട് സുപ്രീം കോടതി ശിക്ഷിച്ച പ്രകാരം ജയിലിൽ പോയി. ആ തൻ്റെ ഇടം കാണിക്കുമോ സ്റ്റാലിൻ? നാളെ ഈ പാവങ്ങൾ 2 പോണ്ടേ? ഈ സർക്കാർ എടുത്ത തീരുമാനത്തിന് ഉത്തരം പറയാൻ കോടതി അലക്ഷ്യ കേസാണ്, ജയിലിലേക്ക് പറഞ്ഞയക്കാൻ വകുപ്പുണ്ട്. ആ ജഡ്ജ് ഒരു എന്താ പറയുക കർശനമായ നിയമം പാലിച്ച് ആ രണ്ടെണ്ണം ജയിലിൽ പോവും. ഇയാൾ പോവോ? കൂടെ പോവോ?
കല്യാൺ സിംഗിനെ പോലെ തൻ്റെ ഇടണ്ടോ? ആരും പോകണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ജയിലിൽ പോയി. അതായത് സുപ്രീം കോടതിയിൽ കൊടുത്ത ഉറപ്പ് പാലിക്കാത്തതിന് അങ്ങോട്ട് ജയിലിൽ പോയി. അതിനുള്ള ധൈര്യം ഉണ്ടോ? അപ്പം കാണാം. ഇത് തമിഴ്നാടാണ്. എന്ത് നാട്? തമിഴ്നാട് എന്താ ഇന്ത്യയിലല്ല? ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറയാതിരിക്കുക. ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ DMK-ക്കൊക്കെ എന്തും ചെയ്യാം. കാരണം അതുപോലെയല്ല കോൺഗ്രസും മറ്റ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. ഈ രാജ്യം മുഴുവൻ ഉത്തരം പറയേണ്ടവരാ. പണ്ട് സനാതനധർമ്മം ഡെങ്കുവാണ്, മലേറിയയാണെന്ന് ഈ വിദ്വാൻ വിളിച്ചു പറഞ്ഞു. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലൊക്കെ ഇലക്ഷൻ നടക്കുമ്പോഴാണ്. അപ്പോൾ ഞാനന്ന് ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഇങ്ങനത്തെ മിത്രങ്ങളുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് ശത്രുക്കൾ വേണ്ടാന്ന്. ഇങ്ങനത്തെ മിത്രങ്ങളുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് പിന്നെ ശത്രുക്കളെ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ മിത്രങ്ങളെ വെച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ പോകുന്നത്. നിങ്ങൾക്ക് ഇന്ത്യ മുഴുവൻ ഉത്തരം പറയണം. നിങ്ങൾ ഇന്ത്യ മുഴുവൻ ഉത്തരം പറയേണ്ടവരാണ്. ഈ രാജ്യത്തൊരു കോടതി, നിങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഏത് സമയത്തും കയ്യിൽ ഭരണഘടനയാണല്ലോ. ഏത് സമയത്തും കയ്യിൽ ഭരണഘടനയാണല്ലോ. ഈ രാജ്യത്തൊരു കോടതി ഉത്തരവ് പിന്നെ പോലീസും പട്ടാളം ഉപയോഗിച്ച് തടയുക. അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നോ? ഞങ്ങൾ ഭരണഘടന തകർക്കാൻ നടക്കുക എന്ന് പറഞ്ഞ് ഫുൾ ടൈം ഈ സാധനവും പിടിച്ച് നടക്കുകയല്ലേ. എന്നാൽ ഇതിനെ നിങ്ങൾ അംഗീകരിക്കുന്നോ? കോടതി ഉത്തരവ് പാലിച്ചതിന് ശേഷം അത് ഉത്തരവിട്ട ജഡ്ജിനെതിരെ ഇംപീച്ച്മെൻറ്റ് കൊണ്ടുവരാം. അതിന് ന്യായമുണ്ട്. കോടതി ഉത്തരവ് പാലിക്കുക, എന്നിട്ട് പറയാം തെറ്റായ കോടതി ഉത്തരവ് ഇട്ടു, ഇതിന് ഞങ്ങളെ കൊണ്ട് അത് അനുസരിപ്പിച്ചു, അത് തെറ്റാണ്, അതുകൊണ്ട് ഇംപീച്ച് ചെയ്യുന്നു. പിന്നെ സ്റ്റാലിൻ വിചാരിച്ചാൽ ശരിയാക്കുന്നു. ഈ സ്റ്റാലിനൊക്കെ എത്ര നീളവും വീതിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇതിലും വലിയ ഭീകരന്മാർ ഇവിടെ. പണ്ട് ലാലു പ്രസാദ് യാദവ് പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞതെന്നറിയാം? ആ വാക്ക് ഞാൻ വീണ്ടും പറയാം. അഡ്വാനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു പട്ടിയും കുരച്ചില്ലാന്ന്. അഡ്വാനിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒരു പട്ടിയും കുരച്ചില്ലാന്ന്. തിരിച്ച് ഞങ്ങൾക്ക് വേണേ പറയാം, ലാലു പ്രസാദ് യാദവ് 10 കൊല്ലം ജയിലിൽ കിടന്നപ്പോൾ ഇവിടെ ഒരു പട്ടിയും കുരച്ചില്ലാന്ന്. ലാലു പ്രസാദ് യാദവ് ജയിലിൽ കിടന്നു കളവ് കേസിൽ, മോഷണ കേസിൽ, അഴിമതി കേസിൽ 10 കൊല്ലം. അന്ന് ഇവിടെ ഒരു പട്ടിയും കുരച്ചില്ലാന്ന് ഞങ്ങൾക്ക് വേണേ പറയാം. ഞങ്ങളത് പറയുന്നില്ല. അതുകൊണ്ട് സ്റ്റാലിൻ ഭയങ്കരനാണ്. ഇതിലും വലിയ ഭയങ്കരന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. അവരൊക്കെ എവിടെ പോയി? ചിലരൊക്കെ ജയിലിൽ പോയി, ചിലരൊക്കെ കാണാമറയത്തായി. കേൾക്കുന്നില്ല, കാണുന്നില്ല ഇപ്പോൾ. അപ്പം അതൊന്നും പറയണ്ട. അതൊന്നും ആരും ഇവിടെ വമ്പനല്ല. ആരും വമ്പനാവണ്ട. വമ്പനാവാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ വമ്പന്മാരൊക്കെ പൊളിഞ്ഞ് പാളീസായ ചരിത്രമുള്ള രാജ്യമാണ്. അതുകൊണ്ട് സ്റ്റാലിനെ കാണിച്ചിട്ടൊന്നും ആരെയും പേടിപ്പിക്കണ്ട. ഇതിലും വലിയ വമ്പനായിരുന്നു ലാലു പ്രസാദ് യാദവ്. ഇതിലും വലിയ വമ്പനായിരുന്നു ജ്യോതി ബാസു. മാർക്സിസ്റ്റുകാർ പറയാറുണ്ടായിരുന്നു. ഇപ്പം എന്തായി? പൊടി പോലുമില്ല കണ്ടെത്താൻ, അല്ലേ? അതൊന്നും അല്ല. ഈ രാജ്യത്തൊരു കോടതി ഉത്തരവ് ഇട്ടു. ആ കോടതി ഉത്തരവ് പാലിച്ചിട്ട് അതിനെതിരെ ഇംപീച്ച്മെൻറ്റ് എന്താ വെച്ചാൽ കൊണ്ടുവന്നോ? ഇത് പാർലമെൻറ്റിൽ 24 മണിക്കൂറും ഈ ഭരണഘടനയും പിടിച്ചിട്ട് ഇങ്ങനെ തുള്ളിക്കളിച്ചാൽ പോരാ. അതിനോടൊക്കെ ഒരു പ്രതിബദ്ധത വേണം. എനിക്ക് കോൺഗ്രസ്സുകാരോടേ പറയാനുള്ളൂ. എനിക്ക് ഇവരോടൊന്നും പറയാനില്ല. ഇവരൊന്നും ആരുമല്ല. ഈ രാജ്യത്ത് ഉത്തരം പറയേണ്ടത് കോൺഗ്രസ്സാണ്. നിങ്ങൾ ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമാണ്. നിങ്ങൾ ഇതിന് കൂട്ടുനിൽക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അങ്ങനെ. എന്നാൽ പിന്നെ നാളെ മുതൽ പാർലമെൻറ്റിൽ ഈ SIR-ഉം വോട്ട് ചോരിയൊന്നും പറയരുത്. അതൊക്കെ നിയമപ്രകാരമാണ് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പൊക്കെ. നിങ്ങൾ കൊണ്ടുവന്ന നിയമമാണ്. നിങ്ങൾ കൊണ്ടുവന്നല്ലേ 1951 ജനപ്രാതിനിധ്യ നിയമം BJP കൊണ്ടുവന്നല്ലേ? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നല്ലേ? 45 ദിവസത്തിനുള്ളിൽ ഒരു ഇലക്ഷൻ ചോദ്യം ചെയ്യണം എന്നുള്ള നിയമം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്നല്ലേ? അതുകൊണ്ടല്ലേ 45 ദിവസം കഴിഞ്ഞാൽ വീഡിയോ ക്ലിപ്പിങ്സ് എടുത്തു കളയുന്നത്. 40 ദിവസം എല്ലാ CCTV ദൃശ്യങ്ങളും സൂക്ഷിക്കും. എന്തിനാണ്? ആരെ തെരഞ്ഞെടുപ്പ് ഹർജി ഫയൽ ചെയ്താൽ വെക്കാൻ. 40 ദിവസം കഴിഞ്ഞാൽ ഹർജി ഇല്ലെങ്കിൽ, ഹർജി ഇല്ലാത്ത ഏതൊക്കെ മണ്ഡലങ്ങളുണ്ട് അവിടത്തെയൊക്കെ നശിപ്പിച്ച് കളയും. ഹർജി ഉള്ള മണ്ഡലങ്ങൾ ഇത് സൂക്ഷിച്ച് വെക്കും. അതിനല്ലേ സൂക്ഷിച്ച് വെക്കുന്നത്? ഹർജി ഉള്ളത് കൊണ്ട്. ഈ നിയമം നിങ്ങൾ കൊണ്ടുവന്നതാണ്, ഞങ്ങൾ കൊണ്ടുവന്നല്ല. നാട്ടിലുള്ള നിയമം, ഇന്ന് രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിയമത്തിൽ സിംഹഭാഗവും കോൺഗ്രസ്സുകാർ കൊണ്ടുവന്നതാണ്. അപ്പം നിങ്ങൾക്കത് അനുസരിക്കാൻ താല്പര്യമില്ലെങ്കിൽ, അത് അനുസരിക്കാത്തവരെ കൂടെയാണ് നിങ്ങളെങ്കിൽ, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഈ പാർലമെൻറ്റിൽ ഈ ചുവന്ന പുസ്തകം എടുത്ത് ഇങ്ങനെ കളിക്കുന്ന ഒരു കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ രാജ്യത്ത് നിയമം ഇംപീച്ച് ചെയ്യാനൊക്കെ നിയമമുണ്ട്. പക്ഷേ ആ കോടതി ഉത്തരവ് അനുസരിച്ചിട്ട് വേണം അത് ചെയ്യാൻ.